എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. തെക്കേ അമേരിക്കയിൽ പെറു എന്ന ഒരു രാജ്യമുണ്ട്. അവിടുത്തെ തദ്ദേശവാസികൾ കടുത്ത പനി വന്നാൽ നേരെ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് ഓടും. എന്നിട്ട് അതിൻ്റെ തൊലിയെടുത്ത് ചതച്ച് കലക്കി വെള്ളത്തിൽ കലക്കി കുടിക്കും. 17-ാം നൂറ്റാണ്ടിൽ അവിടെ എത്തിയ കുറച്ച് ജസ്യൂട്ട് പാതിരിമാർ അവർക്കിത് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. എന്താണ് ഈ മരം, എന്താണ് ഇവർ അവിടേക്ക് തന്നെ ഓടുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, മരത്തിൻ്റെ പേര് കിന എന്നാണെന്ന് പറഞ്ഞു. എന്താണ് ഈ കിന എന്ന് പറഞ്ഞാൽ മരത്തൊലി എന്നാണ്. അപ്പോൾ കിന എന്താണെന്ന് ചോദിച്ചു. മരത്തൊലികളിൽ വിശുദ്ധമായ മരത്തൊലിയാണ്, അതുകൊണ്ടാണ് അത് കലക്കി കുടിക്കുമ്പോൾ ഞങ്ങളുടെ അസുഖം മാറുന്നതെന്ന് പറഞ്ഞു. ക്രിസ്റ്റഫർ കൊളംബസ് ആണല്ലോ അമേരിക്ക കണ്ടെത്തുന്നത്. അവിടെ പിന്നെ കോളനിയായി മാറി, യൂറോപ്പിൻ്റെ കോളനിയായി മാറി. 1630കളിൽ പെറുവിലെ ചിൻചോൺ എന്ന പ്രവിശ്യ ഭരിക്കുന്നത് സ്പെയിനിൽ നിന്നുള്ള ലൂയിസ് ജെറോണിമ ആയിരുന്നു. വൈസ്രോയിയാണ്. പുള്ളിനെ നാട്ടുകാരൊക്കെ പ്രഭു എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാര്യ, പ്രഭുവിൻ്റെ ഭാര്യ പ്രഭി ആകണമല്ലോ. നാട്ടുകാരവരെ ബഹുമാനപൂർവ്വം ചിൻചോണിലെ പ്രഭി എന്ന് വിളിച്ചിരുന്നു. പെറുവിൽ 10 പൈസ കൊടുക്കാതെ കിട്ടുന്ന ഒരു അസുഖമാണ് മലേറിയ. ഇത് വന്ന് പെട്ടാൽ ഒരുമാതിരി ആളുകളൊക്കെ ചത്തുപോകുന്ന കാലം. അപ്പോൾ ഈ പ്രഭിക്ക് ഈ അസുഖം പെട്ടു. ഓള് കയ്യിൽ നിന്ന് പോകുന്ന പ്രഭുവിന് മനസ്സിലായി. അപ്പോൾ കൂതാശ കൊടുക്കാനായാലും കുറച്ച് പാതിരിമാർ വരട്ടെ എന്ന് കരുതി നമ്മുടെ പാതിരിമാരെ വിളിച്ചു. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് എത്തിയ പാതിരിമാരിൽ ഒരാൾ നമ്മൾ മുമ്പ് കണ്ട ജസ്യൂട്ട് പാതിരിമാരിൽ ഒരാളായിരുന്നു. പുള്ളി അസുഖം കണ്ട വഴിക്ക് തന്നെ, ഈ പനി കണ്ട വഴിക്ക് തന്നെ പുള്ളിക്ക് കത്തി. പുള്ളി പറഞ്ഞു, ഇവിടെ ഒരു മരുന്നുണ്ട്, ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന മരുന്നാണ്, കിന എന്ന മരത്തിൻ്റെയാണ്. ആ കിന എന്ന മരത്തിൻ്റെ മരത്തൊരു ചതച്ച് ഇവർക്ക് കുടിക്കാൻ കൊടുത്തു. എന്തത്ഭുതം! കർത്താവിൻ്റെ കാരുണ്യത്താൽ പ്രഭി ആ മരണക്കയത്തിൽ നിന്നും രക്ഷപ്പെട്ടു. രോഗം മാറിയ പ്രഭിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവർ നമ്മുടെ നാട്ടുകാരിയല്ല, അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് പാതിരിക്ക് കൊടുത്തില്ല. പകരം ഈ മരത്തൊലിക്ക് കൊടുത്തു. അവരും ഈ പാതിരിമാരും കൂടി പിന്നെ ഈ പരത്തൊലി യൂറോപ്പിൽ മൊത്തം പ്രസിദ്ധമാക്കി. ഈ മരത്തൊലി യൂറോപ്പിൽ മൊത്തം പ്രചരിച്ചപ്പോൾ അവിടെയുള്ള യൂറോപ്യന്മാരെന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രെഡിറ്റ് പ്രഭിക്കും പാതിരിമാർക്കും കൊടുത്തു. ആദ്യം അവർ ഇതിനെ പ്രഭിയുടെ പൊടി എന്ന് വിളിച്ചു. പിന്നീട് ഇവർ ജസ്യൂട്ട് മരത്തൊലി എന്നും വിളിക്കാൻ തുടങ്ങി. അക്കാലത്തൊന്നും ഈ മരങ്ങൾക്ക് പേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് തന്നെ ചൊവ്വുള്ള ഒരു പേരുള്ള കാലമല്ല. സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ശാസ്ത്രീയ നാമം കൊടുക്കുന്ന പദ്ധതി തുടങ്ങി വെച്ചത് 1742ലാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ കാൾ ലിനിയസ് ആണ് ആ പണി തുടങ്ങിയത്. പുള്ളി അങ്ങനെ പല മരുന്നുകൾക്കും പേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മരവും അവരുടെ മുന്നിൽ വന്നു. അപ്പോൾ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം പേരിടാൻ തീരുമാനിച്ചു. പൊട്ടുന്നതിന് ഓർമ്മ വന്ന് ഈ പ്രഭിയുടെ കഥയാണ്. ആ പ്രഭിയുടെ പേര് ചിൻചോണിലെ പ്രഭി എന്നാണല്ലോ. അവരാണല്ലോ ഈ മരുന്ന് യൂറോപ്പിലെത്തിക്കാൻ, ഈ അത്ഭുത മരത്തെപ്പറ്റി ഉള്ള വിവരം യൂറോപ്പിലെത്തിക്കാൻ കാരണമായത്. അതുകൊണ്ട് അവർ ആ പേരിൽ നിന്ന്, അതായത് അവരുടെ ചിൻചോണിലെ പ്രഭി എന്ന പേരിൽ നിന്ന് ചിൻചോൺ എന്നെടുത്ത് ആ മരത്തിനൊരു പേരിട്ടു. അതിൻ്റെ പേര് ചിൻചോണ. കാൾ ലീനിയസ് ഒരു അസാമാന്യ ബുദ്ധിശാലിയായിരുന്നു. ഈ ബുദ്ധിമാന്മാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളിൽ അവർക്ക് ചെറിയ തെറ്റുകളൊക്കെ പറ്റും. ലീനിയസിന് ഒരു തെറ്റ് പറ്റിയത് സ്പെല്ലിങ്ങിലാണ്. ഈ ചിൻചോണ എന്ന് മാറിയ ആൾ സിൻകോണ എന്ന, അതായത് ഒരു എച്ച് വിട്ടുപോയി. അങ്ങനെ അതോടെ അതിൻ്റെ പേര് സിങ്കോണ എന്നായി മാറി എന്നാണ്. അത് സത്യസന്ധമായ ചരിത്രമാണ്. അപ്പോൾ തെറ്റുപറ്റി സസ്യശാസ്ത്ര പ്രകാരം ഒരു പേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തെറ്റ് പറ്റിയാൽ പിന്നീട് അത് കണ്ടുപിടിച്ച തിരുത്താമല്ലോ എന്ന് നമുക്ക് തോന്നും. സസ്യശാസ്ത്ര നിയമപ്രകാരം അങ്ങനെ മാറ്റാൻ പാടില്ല. എന്തുകൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വെടിവഴിപാട് പോലെയാണ്. കാരണം ഓരോരോ ആചാരങ്ങളാകുമ്പോൾ അത് പാലിക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ കാൾ ലിനിയസിന് പറ്റിയ ആ തെറ്റ്, ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കോടുകൂടി ആദിവാസികളുടെ ആ കിന മരത്തിന് ലോകം മുഴുവൻ സിൻകോണ എന്ന ശാശ്വതമായ പേര് ലഭിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അങ്ങനെ 120 വർഷം കടന്നുപോയി. അതിനുള്ളിൽ എത്രയോ ലക്ഷം ആൾക്ക് മലേറിയ വന്നു. അവരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ സിങ്കോണ തിന്നാൻ കിട്ടിയുള്ളൂ. അധികം പേരും ചത്തുപോയി. എല്ലാവരും ഒരുമാതിരി ആളുകളൊക്കെ പടമായി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇരിക്കെ 1860കളിൽ ലൂയി പാസ്റ്റർ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു ധീരമായ ഒരു ഊഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികൾക്ക് കാരണം ചീത്ത വായു അല്ലെങ്കിൽ അശുദ്ധവായു ഒന്നുമല്ല, അല്ലെങ്കിൽ ദേവിയുടെ കോപവുമല്ല, ഗുരുക്കന്മാരുടെ ശാപവുമല്ല.
മറിച്ച് കണ്ണിൽ കാണാത്ത ഏതോ സൂക്ഷ്മജീവികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ഇത് പറയുന്ന കാലത്ത് ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചിരുന്നത് ഇത് ചതുപ്പിലെ വായു, മോശം വായു, ചതുപ്പിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന വായുവിൽ നിന്നാണ് ഈ രോഗമുണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റർ മുന്നോട്ട് വെച്ച ഈ വാദത്തെയും ഊഹത്തെയും അവർക്കതങ്ങനെ എടുക്കാനൊന്നും കഴിയില്ലല്ലോ. പക്ഷേ അദ്ദേഹം ധീരമായി തന്നെ പറഞ്ഞു സൂക്ഷ്മാണുക്കൾ ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഊഹിക്കാതെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കാതെ തന്നെ ബാക്ടീരിയോളജി എന്നൊരു ശാസ്ത്രശാഖയ്ക്ക് അദ്ദേഹം കാരണക്കാരനാവുകയായിരുന്നു. ജനങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, പുതിയ വാദം വരുമ്പോൾ പഴയ വിശ്വാസവുമായി നടക്കുന്നവർ അവരൊരിക്കലും അത് അംഗീകരിക്കില്ല. പക്ഷേ ചിലരെ തിരിച്ചറിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു കക്ഷിയായിരുന്നു ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്ന റോബർട്ട് കോക്ക്. പുള്ളി ഒരു പടി കൂടെ മുന്നോട്ട് നടന്നു. രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരൊറ്റ രോഗമല്ല, മലേറിയ മാത്രമല്ല, പലതരം രോഗങ്ങളുണ്ട്. ഓരോ രോഗത്തിനും വേറെ വേറെ അണുക്കളായിരിക്കും. ഏത് അണുവാണ് ഒരു പ്രത്യേക രോഗം ഉണ്ടാക്കുന്നത് എന്ന് തെളിയിക്കാനുള്ള വ്യക്തമായ ശാസ്ത്രീയ നിയമങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു. മാത്രമല്ല മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കൊണ്ട് നോക്കി അണുക്കളെ വേർതിരിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയൊക്കെ പുള്ളി വികസിപ്പിച്ചു. ഇതൊക്കെ 1872 മുതൽ 82 വരെയുള്ള 10 വർഷത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിനിടയിൽ ഒരു സംഭവമുണ്ട്. 1880 അത് അങ്ങ് ആഫ്രിക്കയിലാണ്, അൾജീരിയയിൽ ഒരു സംഭവം നടന്നു. ഫ്രഞ്ച് സൈന്യത്തിലെ, അൾജീരിയൊക്കെ അന്ന് ഫ്രാൻസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഫ്രഞ്ച് സൈന്യത്തിലൊരു മെഡിക്കൽ ഓഫീസറായിരുന്നു അൽഫോൺസ് ചാൾസ് ലവറൻ. 1880കളിൽ അദ്ദേഹം നോർത്ത് ആഫ്രിക്കയിലെ അൾജീരിയയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ സൈനികർക്കിടയിൽ ഈ പറഞ്ഞ മലേറിയ എന്ന രോഗം പടർന്നു പിടിച്ചു. അപ്പോൾ പുള്ളി ഈ ലൂയിസ് പാസ്റ്ററുടെ ഊഹവും അതുപോലെ തന്നെ റോബർട്ട് കോക്കിൻ്റെ പരീക്ഷണങ്ങളും വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു ഡോക്ടറായിരുന്നു. മലേറിയയ്ക്ക് കാരണം അശുദ്ധവായുവാണ് എന്ന കാരണവന്മാരുടെ വിശ്വാസമൊന്നും അദ്ദേഹത്തെ ഏശിയില്ല. അതിൽ നിന്നൊക്കെ മാറി നടക്കാൻ അദ്ദേഹം നിശ്ചയിച്ചു. ഇതിൻ്റെ പിന്നിലുള്ള അണുക്കൾ തന്നെയായിരിക്കും, ആ അണുക്കളെ എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ എന്ന് അദ്ദേഹം നിശ്ചയിച്ച് ഡേറ്റ് വരെ രേഖപ്പെടുത്തിയുള്ളതാണ്. 1880 നവംബർ 6 പുള്ളി ഒരു മലേറിയ രോഗിയുടെ രക്തമെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുകയാണ്. അന്ന് അദ്ദേഹം ആദ്യമായി ഒരു കാഴ്ച കണ്ടു. രക്തത്തിൽ ഈ പരാതങ്ങൾ ജീവനോടെ കിടന്ന് പിടയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അശുദ്ധവായുവല്ല, ചതുപ്പിലൂടെ വരുന്ന അശുദ്ധവായുവിൽ നിന്നല്ല, രക്തത്തിലെ ഈ സൂക്ഷ്മജീവിയാണ് മലേറിയ ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ അണു ബാക്ടീരിയയല്ല, വൈറസുമല്ല, എന്നാൽ ഒരു ഏകകോശ ജീവി തന്നെയാണ്. ജീവശാസ്ത്രത്തിൽ തന്നെ പ്രോട്ടോസോവ എന്നാണ് പറയുക. സയൻസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതങ്ങനെ പൊടുന്നൊരു കണ്ടുപിടുത്തം നടത്തിയാലൊന്നും ശാസ്ത്രലോകം അംഗീകരിക്കില്ല. 1907 ഇതിൻ്റെ പേരിൽ ലാവറിന് നോബൽ സമ്മാനം കൊടുക്കുന്നത്. വർഷം എത്ര കാത്തിരുന്നു. അപ്പോൾ പ്രധാന വില്ലൻ ആരാണ്, മലേറിയയുടെ പ്രധാന വില്ലൻ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്താണ്. ഇനി കണ്ടെത്തേണ്ടത് സഹായികളെയാണ്. സഹായി എന്ന് പറയുമ്പോൾ ആരാണ് ഈ രോഗം പരത്താൻ വേണ്ടി സഹായി? ഒരു മനുഷ്യരിൽ നിന്ന് പല മനുഷ്യരിൽ ആരാണിത് എത്തിക്കുന്നത്? ഇതും കണ്ടെത്തണ്ടേ? അത് കണ്ടുപിടിക്കാനുള്ള ആൾ ജനിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ്. പക്ഷേ ഇന്ത്യക്കാരനല്ല, ഒരു ഇംഗ്ലീഷുകാരൻ്റെ മകനായി 1857 ജനിച്ച റൊണാൾഡ് റോസ് ആണ് കണ്ടുപിടിക്കുന്നത്. ആൾ മുതിർന്നപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഒരു ഡോക്ടറായി മാറുകയാണ് ഉണ്ടായത്. ലാവറൻ കണ്ടെത്തിയ മലേറിയയുടെ അണുക്കൾ എങ്ങനെയാണ് ഒരു മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത്, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇന്ത്യയിലാണെങ്കിൽ കീടങ്ങൾക്കൊരു പഞ്ഞവുമില്ല, എവിടെ നോക്കിയാലും കീടം. ഏത് കീടവും രോഗത്തിന് കാരണമാകാം. അപ്പോൾ അദ്ദേഹത്തോടൊരു സുഹൃത്ത് പറയുന്നത് ഒരു പക്ഷേ കൊതുകാകാം എന്ന് പാട്രിക് മാൻസൺ എന്നൊരു ഡോക്ടർ അദ്ദേഹത്തിനോട് പറയുകയാണ്. അപ്പോൾ റോസ് എന്നാൽ ശരി, ഈ കൊതുകിനാണെങ്കിൽ കൊതുകിനെ കണ്ടുപിടിക്കാം. വർഷങ്ങൾ നീണ്ട കഠിനമായ പരീക്ഷണങ്ങൾ, നിരാശകൾ. നമ്മളൊക്കെ ആണെങ്കിൽ പിന്തിരിയും, പക്ഷെ അദ്ദേഹം പിന്തിരിയില്ല. ശ്രമിക്കുക തന്നെ, ഏതാ കൊതു കണ്ടുപിടിക്കാൻ പറ്റൂ. നിരാശകൾക്കൊക്കെ ഒടുവിൽ 1897 ഓഗസ്റ്റ് 20 ഇതും റെക്കോർഡാണ്. നമ്മുടെ സെക്കന്ദരാബാദിൽ വെച്ചാണ് അദ്ദേഹം ചരിത്രപരമായ ആ കണ്ടെത്തൽ നടത്തുന്നത്. ഒരു പെൺ അനാഫലിസ് കൊതുകിൻ്റെ വയറ് അദ്ദേഹം ലാബിലിരുന്ന് പൊളിച്ചു നോക്കിയപ്പോൾ
ലാവറൻ പറഞ്ഞ അതേ മലേറിയ പരാതങ്ങളെ ആ വയറ്റിൽ കണ്ടെത്തുകയാണ്. അതോടെ കൊതുകുകളാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകർത്തുന്നത് എന്ന ഊഹം തെളിയിക്കപ്പെടുകയാണ് ശാസ്ത്രീയമായി. പക്ഷേ അതേകാലൊന്നും ശാസ്ത്രലോകം അത് അംഗീകരിക്കാൻ എടുത്തില്ല. 5 വർഷത്തിനുള്ളിൽ നോബൽ പ്രൈസും അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ ഇന്ന് തെലുങ്കാന എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്താണ് ഈ കണ്ടുപിടുത്തം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ലേശിയില്ല. ഇവിടെ ഏതു പകർച്ചവ്യാധിക്കും ഉത്തരവാദി ദേവിയാണ്, അല്ലെങ്കിൽ ദേവിയുടെ കോപമായിരുന്നു. നാടൻ കോഴികളാണ് ഏറ്റവും കഷ്ടം ഏറ്റുവാങ്ങിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രവാദികൾക്ക് നാടൻ കോഴിയുടെ ചോരയില്ലെങ്കിൽ ഒരു കർമ്മവും നടത്താൻ പറ്റുമായിരുന്നില്ല. പുള്ളി കളം വായിച്ച് ആൾ വണ്ടി വിടും, ഏത് കോഴീനെ കിട്ടിയില്ലെങ്കിൽ. ഇപ്പോൾ നമ്മുടെ നാട് കുറേയൊക്കെ മാറി. രോഗം മാറാൻ ആശുപത്രി, നന്ദി പറയാൻ അമ്പലങ്ങൾ, പള്ളികൾ എന്നൊക്കെ രീതിയിലായി. ഇതൊരു വിചിത്രമായ മാനസികാവസ്ഥയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ മാനസികാവസ്ഥയെ ഇങ്ങനെയാണ് ഷോർട്ടായിട്ട് പറയുക: ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് സയൻസ്, കട്ടിംഗ് ദ റൂട്ട്സ് ഓഫ് സയൻസ്. ശാസ്ത്രക്കനി തിന്നിടും, ശാസ്ത്ര വേര് അറുത്തിടും എന്ന് സ്വയം വഞ്ചിച്ചു കൊണ്ട് പറയാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ നിലപാട്. കുറ്റം പറയുന്നില്ല, കാരണം അതൊരു മനസമാധാനമാണല്ലോ. മലേറിയയുടെ കഥ കൊതുകിലൊന്നും തീർന്നില്ല. അത് പിന്നീടും ദൃശ്യം സിനിമ പോലെ വേറെ എപ്പിസോഡുകളായി മുന്നോട്ട് പോയി. രോഗത്തിൻ്റെ കാരണം നമുക്ക് അണുവാണ് എന്ന് മനസ്സിലായി. ആ അണു പ്രോട്ടോസോവയാണെന്നും മനസ്സിലായി. അത് മനുഷ്യരിൽ നിന്നും കൊതുകുകളാണ് മനുഷ്യരിലേക്ക് പകർത്തുന്നതെന്നും നമുക്ക് മനസ്സിലായി. എന്നാൽ ഈ കണ്ടുപിടുത്തം കൊണ്ട് ചില ഗുണങ്ങളുണ്ടാവണമെങ്കിൽ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കണ്ടേ? ആകെയുള്ളത് ഈ മരത്തൊലിയാണ്. ഈ മരത്തൊലി, സിങ്കോണയുടെ മരത്തൊലി. പക്ഷേ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്, ചതയ്ക്കാൻ ബുദ്ധിമുട്ട്, കുടിക്കാൻ ബുദ്ധിമുട്ട്, കലക്കാൻ ബുദ്ധിമുട്ട്. ഇത് വെച്ച് നമുക്ക് സയൻസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായിരിക്കും ആ മരത്തൊലിയിൽ അടങ്ങിയിട്ടുള്ള മലേറിയ മാറ്റുന്ന കണ്ടൻറ്റ്? ആ കണ്ടൻറ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കിനി രക്ഷയുള്ളൂ. അപ്പോൾ കണ്ടൻറ്റ് കിട്ടിയാലുള്ള ഗുണം എന്താണ്? വെറുതെ എന്തിനാണ് നമ്മൾ തൊലി തിന്നുന്നത്? ഇത് തന്നെ. അങ്ങനെ ചിന്തിക്കുന്ന 2 പേർ അവിടെ വിജയിക്കുകയാണ്. ആ 2 പേരുടെ പേര് പിയറി പെല്ലറ്റിയർ, ജോസഫ് കാവൻഡോ എന്നിവരാണ്. 2 ഫ്രഞ്ച് രസതന്ത്രജ്ഞരാണിവർ. 1820 അവർ ആ രഹസ്യം കണ്ടെത്തി. എന്താണ് തെക്കേ അമേരിക്കയിലെ സിങ്കോണ മരത്തിൽ കാണുന്ന ആ കണ്ടൻറ്റ്, മലേറിയയെ തുരത്താനുള്ള ആ കണ്ടൻറ്റ് എന്താണ് എന്ന് അവർ ലാബിൽ വെച്ച് വേർതിരിച്ചെടുത്തു. ഇനി ആ മരുന്നിന് ഒരു പേര് കൊടുക്കണം. തെക്കേ അമേരിക്കയിൽ പെറുവിലാണല്ലോ ആ മരം നിൽക്കുന്നത്. ആ മരത്തെ അവിടുത്തെ ആദിവാസികൾ വിളിച്ചിരുന്നത്, അതായത് ആദിവാസികളല്ല, തദ്ദേശവാസികളായ ഇൻകകൾ വിളിച്ചിരുന്നത് കിന എന്നാണല്ലോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കാനില്ല. അവർ പുതിയ മരുന്നിന് കിനയിൻ എന്ന് പേരിടുകയാണ്. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ കോടീശ്വരന്മാരായി മാറാമായിരുന്നു. കാരണം ലക്ഷക്കണക്കിന് പേർക്കാണ് മലേറിയ വന്ന് മരിക്കുന്നത്. എത്ര രൂപ വേണമെങ്കിലും കിട്ടും. പക്ഷേ പെല്ലറ്റിയറ്റും കാവൻറ്റും അപ്പണി ചെയ്തില്ല. ലോകമെമ്പാടും മരിച്ചു വീഴുന്ന ലക്ഷക്കണക്കിനായ മനുഷ്യർക്ക് ജീവൻ രക്ഷപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി അവർ ആ മരുന്നിൻ്റെ നിർമ്മാണ രഹസ്യം ലോകത്തിന് ഫ്രീ ആയി കൊടുക്കുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ നമ്മൾ ഇന്നറിയുന്ന കിനൈൻ എന്ന മരുന്ന് മനുഷ്യർക്ക് വളരെ കുറഞ്ഞ വിലയിൽ കിട്ടാൻ കാരണം പിയറി പെല്ലറ്റിയും പിന്നെ ജോസഫ് കാവൻഡോവുമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാലം മാറി, ലോകം മാറി, ചരിത്രം മാറി. 2ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകമെത്തി. ഒരുപാട് സൈനികർക്ക് മലേറിയ പിടിക്കുന്നൊരു അവസ്ഥയായി. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മരുന്നുണ്ടാക്കണ്ടേ? മരുന്നുണ്ടാക്കണമെങ്കിലോ സിങ്കോണയുടെ തൊലി കെട്ടണം. വളരെ കഷ്ടമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഒരു പുതിയ ശാസ്ത്രജ്ഞൻ അവതരിക്കുകയാണ് എന്ന് പറയാം. ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഹാൻസ് ആൻഡർസാക്ക്. 1934 അദ്ദേഹം ലാബിൽ വെച്ച് കൃത്രിമമായ ഒരു മരുന്നുണ്ടാക്കി. അതിന് ക്ലോറോക്കിൻ എന്ന പേരും കൊടുത്തു. 1947 വൈദ്യശാസ്ത്രം അത് ഉപയോഗിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് പേരുടെ രോഗം മാറി. ജനസംഖ്യ അങ്ങനെയാണ് ഇവിടെ വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത, അത് ലാബിൽ വെച്ച് ഉണ്ടാക്കുന്ന മരുന്നാണ്. മറ്റേ മരുന്നും ലാബിൽ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും അതുണ്ടാക്കുന്നത് സിങ്കോണയുടെ മരത്തൊലിയിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പരാതങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൊടുക്കുന്ന മരുന്നിനോട് അവ പൊരുത്തപ്പെടും. പിന്നെ അതിനെ ഈ മരുന്ന് കൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അവർ തന്നെ ഒരു അതിജീവനം നടത്തും. അപ്പോൾ പുതിയ മരുന്ന് കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ടായി. അതിനും
അവതരിക്കാൻ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ഇവിടെ അവതരിച്ചത് ഒരു ശാസ്ത്രജ്ഞയാണ്. ചൈനയിലെ TUU എന്ന ശാസ്ത്രജ്ഞ അന്ന് അവതരിച്ചു. അവർ എങ്ങനെയാണ് പുതിയ മരുന്ന് കണ്ടുപിടിച്ചത് എന്ന് വെച്ചാൽ അവരവരുടെ പ്രാചീന ചൈനീസ് വൈദ്യങ്ങളെ, ആയുർവേദത്തെ ആശ്രയിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു മരമുണ്ട്, സ്വീറ്റ് ഹോം വുഡ് എന്ന ഒരു ചെടിയുടെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് ആ ചെടിയിൽ നിന്നൊരു അത്ഭുതം മരുന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. അതാണ് ആർട്ടെമിസിനിൻ എന്ന മരുന്ന്. ഈ മരുന്ന് രോഗികളിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന 1972 1972 ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് TUUവിൻ്റെ നേതൃത്വത്തിൽ ഹൈനാൻ പ്രവിശ്യയിൽ മലേറിയ രോഗികളിൽ ആദ്യ ക്ലിനിക് പരീക്ഷണങ്ങൾ നടത്തി എന്നാണ് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ പരീക്ഷണത്തിൽ 21 രോഗികൾക്ക് ഈ ആർട്ടെമിസിനിൻ അടങ്ങിയ സസ്യസത്ത് നൽകി നോക്കി. എല്ലാവരിലും പനി മാറി, 100% വിജയം. രക്തത്തിലെ മലേറിയൊക്കെ ഈ മരുന്ന് കൊണ്ട് ഇല്ലാതായി എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. പക്ഷേ ഈ മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിന് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് ഈ അടുത്താണ്, 2016, 10 വർഷം മുമ്പാണ്. സുഹൃത്തുക്കളെ, മലേറിയയെ കീഴടക്കിയതിൻ്റെ നാൾ വഴികളാണ് ഇതുവരെ പറഞ്ഞത്. സയൻസിൽ ധീരമായ ഊഹങ്ങൾക്കുള്ള റോൾ വളരെ വലുതാണ് എന്ന് നമ്മൾ കാണുന്നു. മലേറിയയ്ക്ക് കാരണം ചതുപ്പുകളിലുള്ള അശുദ്ധ വായുവല്ല, മറിച്ച് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മാണുക്കളാണ് എന്ന ലൂയി പാസ്റ്ററുടെ ഊഹത്തിൽ നിന്നാണ് ഈ സീരീസ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തെറ്റായ ഊഹമായാലും ഒരു ഊഹം മുന്നോട്ട് വയ്ക്കുന്നത് യാതൊരു ഊഹവുമില്ലാതെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ ഭേദമാണ് എന്നത് കാണിക്കുന്നു. നമ്മൾ നാട്ടിൽ പറയും, മിണ്ടാത്തവരെക്കാൾ ഭേദമാണല്ലോ കൊഞ്ഞപ്പുള്ളവർ എന്ന്. അതുപോലെ എത്രയോ ഊഹങ്ങൾ, ആ ഊഹങ്ങൾ വർക്കൗട്ട് ചെയ്താണ് നമ്മൾ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയത് നമുക്ക് മനസ്സിലാക്കാം. മലേറിയയെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ജനസംഖ്യയിൽ പകുതി പോലും ഉണ്ടായിരുന്നില്ല എന്ന സത്യവുമായി നമ്മൾ ഈ കണ്ടുപിടുത്തത്തെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ധീരമായ ഊഹങ്ങളുടെ വില നമ്മൾ അറിയുന്നത്. ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും പറ്റണമെങ്കിൽ ആദ്യം നമ്മളുണ്ടാകണ്ടേ, നമുക്ക് പായ വിരിക്കണ്ടേ, അതിന് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കേണ്ടേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മലേറിയയുടെ കഥ ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം. Thank you.